കോവിഡിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് ദൂരം പാലിച്ചൊക്കെ തന്നെ ഇരിക്കണം, തിങ്ങി നിൽക്കാൻ പാടില്ല. ഈ നിയമങ്ങളെല്ലാം ഇവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുവന്നെങ്കിലും കേരള ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ്റോ തുടങ്ങിയ നിയമമല്ല. സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മഹാനവർകൾ ഒരു കച്ചവടത്തിന് പുറപ്പെട്ടു. ഒരല്പം അങ്ങോട്ട് നീങ്ങിയപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു, ഷാമിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് പെട്ടെന്ന് ജനങ്ങൾക്ക് മരിച്ചു പോകുന്ന താഊൻ എന്ന രോഗമുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ കൂടെയുള്ളവരോട് ഈ കാര്യം പറഞ്ഞു. അവരിൽ ചിലർ പറഞ്ഞു, നമ്മൾ പുറപ്പെട്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോകാം. മറ്റു ചിലർ പറഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ രണ്ട് അഭിപ്രായം വന്നപ്പോൾ കൂടുതൽ പരിചയവും അറിവും വ്യക്തമായ തെളിവുമുള്ള സ്വഹാബികളെ വരുത്തി അവരോട് മുശാവറ ചെയ്തു. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ ജറാഹ് റളിയല്ലാഹു തുടങ്ങിയ പ്രഗത്ഭരായ സ്വഹാബികൾ വ്യക്തമായ ലോക്ക്ഡൗൺ നിയമം ഓതിക്കൊടുത്തു. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ സമിഅ്തുമുത് താഊന അവിൽ വബാഅ ഫീ ബൽദത്തിൻ ഫലാ തദ്ഹബൂ ഇലൈഹാ. ഒരു നാട്ടിൽ താഊൻ, വബാ തുടങ്ങിയ ഈ പകർച്ചവ്യാധിയായ പെട്ടെന്നുള്ള അപകടം വരുന്ന രോഗം കേട്ടാൽ ഫലാ തദ്ഹബൂ ഇലൈഹാ, അങ്ങോട്ട് പോകാൻ പാടില്ല. വഇദാ വഖഅ ഫീ ബൽദത്തിൻ വഅൻതും ഫീഹാ ഫലാ തഫിറൂ മിൻഹാ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അപ്രകാരമുള്ള ഒരു രോഗമുണ്ടായാൽ നിങ്ങൾ അവിടുന്ന് പുറത്തു പോകാനും പാടില്ല എന്ന് 1400 കൊല്ലങ്ങൾക്കപ്പുറം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ നിയമമാണ് ഇവിടെ അമേരിക്ക തൊട്ട് ലോകം മുഴുവനും ഇപ്പോൾ പാസാക്കിയ ഈ ലോക്ക്ഡൗൺ നിയമം. ഇസ്ലാം അന്ന് തന്നെ ആ നിയമം പഠിപ്പിച്ചു. അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ ഖളാഇൽ നിന്ന് നിങ്ങൾ ഓടിപ്പോവുകയാണോ? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞു, നഫിറു മിൻ ഖളാഇല്ലാഹി ഇലാ ഖളാഇല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൻ്റെ ഒരു വിധിയിൽ നിന്ന് മറ്റൊരു വിധിയിലേക്ക് നീങ്ങി എന്നല്ലാതെ അല്ലാഹുവിൻ്റെ ഖളാഇ ഞങ്ങൾ വിട്ട് ഓടുന്നില്ല. അല്ലാഹുവിൻ്റെ ഖളാഇ എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് ആട്ടിൻകൂട്ടത്തിന് ചൊറി പിടിച്ചു, രോഗം പിടിച്ചു എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ കൊണ്ടൊക്കെ പോവുകയാണ്, ഇല്ലാത്ത ആടിനെയും കൊണ്ട് വേറെ സ്ഥലത്തൊക്കെ പോകാന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, വമൻ അജ്റബൽ അവ്വല, ആദ്യത്തെ ആടിനാരാ പകർച്ച കൊടുത്തത്? ആദ്യത്തെ ആടിന് ഈ രോഗം ഉണ്ടായല്ലോ, അപ്പൊ അവിടെ പകർച്ചയായിട്ടല്ലല്ലോ ഉണ്ടായത്. അങ്ങനെ ഒരു ഹദീസ്. മറ്റൊരു ഹദീസ്, ഫിർറ മിനൽ മജ്ദൂബ് കമാ തഫിറു മിനൽ അസദ്. കുഷ്ഠവ്യാധി പോലെയുള്ള രോഗങ്ങളുണ്ടായവരെ തൊട്ട് നീ ഓടി രക്ഷപ്പെടണം എന്ന വേറെ ഒരു ഹദീസ്. ഈ രണ്ട് ഹദീസും കൂടി എടുത്തു വെച്ചുകൊണ്ടാണ് അതിൻ്റെ ജംഉ എന്ന് പറയും ഞങ്ങൾ അറബി ഭാഷയിൽ. അത് ഇന്ന സ്ഥലത്തേക്കാണ്, മറ്റത് ഇന്ന സ്ഥലത്തേക്കാണ്.
അപ്പോൾ ഒരു സ്ഥലത്ത് ഉണ്ടായാൽ അവിടെ നിന്ന് പോകണ്ടാന്നും വേറെ ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് കേട്ടാൽ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നും ഇസ്ലാമിന്റെ നിയമമാണ്. ആ നിയമം ഇവിടെ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാം അത് പാലിക്കണം. പിന്നെ സാധന സദനത്തെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഫലഖ്തഹമൽ അഖബ, നിങ്ങൾ എന്താണ് വിജയത്തിലേക്ക് എത്താനുള്ള കടമ്പകൾ വിട്ടുകടക്കാത്തത്? വിജയത്തിലേക്ക് പോകാനുള്ള കടമ്പകളൊക്കെ കടന്ന് നിങ്ങൾ എന്താണ് പോകാത്തത്? എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, ഉമാ അദ്റാകമൽ അഖബ, ആ കടമ്പ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ആദ്യം ഒറ്റയടിക്ക് അങ്ങോട്ട് പറയല്ല, ശ്രദ്ധിക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഈ കടമ്പ എന്താണെന്നറിയോ? അത് ഫക്കു റഖബത്തി, സാധുക്കളെ, വിഷമിച്ചവരെ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കലാണ്. പാവപ്പെട്ട യതീമുകൾക്കും പാവപ്പെട്ട മിസ്കീനുകൾക്കും ഭക്ഷണം കൊടുക്കലും ആണ്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോ അതാണ് നമുക്ക് രക്ഷയുടെ കവാടത്തിലേക്ക് പോകാനുള്ള വഴി എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ സദനം. ഞാൻ നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു. വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശത്രുക്കളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അവർ എന്തെല്ലാമോ ചെയ്യും എന്ന് കഴിഞ്ഞ കാല ചരിത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. അമ്പിയാക്കളെ കൊന്നവരുണ്ട്, ചതിച്ചവരുണ്ട്, തൂക്കിലേറ്റിയവരുണ്ട്, വെട്ടിക്കൊന്നവരുണ്ട്. പല വിധത്തിലും തൗഹീദിനോട് എതിർത്ത ശത്രുക്കളുള്ള ലോകത്തെക്കാണ് ഞാൻ ഏറ്റവും വലിയ ഒരു സന്ദേശമായി തൗഹീദുമായി പോകുന്നത്. എന്ത് ചെയ്യുമെന്ന ഒരു ചെറിയ പരിഭ്രമം തന്നെ അവിടത്തേക്ക് വന്നു. ആ സമയത്ത് അവിടുത്തെ തരുണീമണിയായ സഹധർമ്മിണിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നത്, എന്തിനാണ് തങ്ങൾ പരിഭ്രമിക്കുന്നത്? വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു തങ്ങളെ പരാജയപ്പെടുത്തുകയില്ല. എന്തുകൊണ്ട്? ഇന്നക ലതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതത്ഖുൽ ഹദീഥ വതസിലുർ റഹിമ വതുഈനു അലാ നവാഇബിൽ ഹഖ്. തങ്ങൾ പരിഭ്രമിക്കണ്ട. ഒന്ന്, പാവപ്പെട്ടവരെ സഹായിക്കുക. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നല്ല പടം പറഞ്ഞത്, നമ്മുടെ സാധനം പോലെ ഏറ്റെടുക്കുക എന്നാണ്. ഇല്ല, എനിക്കൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞവർ ആ വിഷമമുള്ള ആളെ ഏറ്റെടുത്തിട്ട് ഒരു വഴിയിലേക്ക് തിരിച്ച് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കൊള്ളുക. അങ്ങനെ 40 കൊല്ലം ഇവിടെ പിന്നക്കല തഹ്മീലുൽ കല്ല, വിഷമിച്ചവരെ ഏറ്റെടുത്ത ആളാണ് തങ്ങൾ. ചാർച്ച ബന്ധം ചേർത്തിയ ആളാണ് തങ്ങൾ. കളവ് പറയാത്ത ആളാണ് നബിയെ തങ്ങൾ. സത്യത്തിന് മാത്രം കൂട്ടുനിൽക്കുന്ന ആളാണ് നബിയെ തങ്ങൾ. ഇങ്ങനെ ഈ 4 ഗുണങ്ങൾ ഒരു മനുഷ്യനിലുണ്ടായാൽ അവനെ അല്ലാഹു പരാജയപ്പെടുത്തുകയില്ല. അപ്പൊ തങ്ങൾക്ക് ഇവിടെ പരാജയപ്പെടുമോ എന്നൊരു പേടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ വിജയത്തിനും എല്ലാ സന്തോഷത്തിനും ഈ വക പ്രവർത്തനങ്ങൾ ഇഖ്ലാസോട് കൂടി ചെയ്താൽ അത് പ്രയോജനപ്പെടുമെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞ്, ആരും മനസ്സിൽ ഞങ്ങൾ അങ്ങനെ ചെയ്ത്, ഞങ്ങൾ ഇങ്ങനെ ചെയ്ത്, ഞങ്ങൾ വലിയ ആ നേട്ടമുണ്ടാക്കി ഈ നേട്ടമുണ്ടാക്കി എന്ന തോന്നൽ നമ്മുടെ ഹൃദയത്തിൽ വരാതെ അർഹമുർ-റഹീമായ അല്ലാഹു നമുക്ക് ഇതിന് തൗഫീഖ് ചെയ്തു. അത് വലിയൊരു അനുഗ്രഹമാണ് എന്ന ഒറ്റ കരുത്തുമായി നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുക.
തീർച്ചയായും അള്ളാഹു നമുക്ക് വിജയം തരും. അർഹമുറാഹിമായ അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വബാ എന്ന രോഗം അള്ളാഹു നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് എടുത്തു കളയുമാറാകട്ടെ.